ഹലോ ഫ്രണ്ട്സ്, ആർഡിആർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ എരുന്തങ്ങാനം വന്നപ്പോൾ നമ്മൾ കുറച്ച് എരുന്ത് വാങ്ങുകയാണ്. അപ്പോൾ തോടോട് കൂടിയുള്ള എരുന്തും വാങ്ങുന്നുണ്ട്, അതുപോലെ എരുന്തിറച്ചിയും വാങ്ങുന്നുണ്ട് കേട്ടോ. ഈ തോടോട് കൂടിയുള്ള കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. നമുക്ക് കുട്ടികൾക്ക് താളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അതിലെന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് വെച്ചതാണ്. അപ്പോൾ എരുന്തിറച്ചി റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ചതാണ്. തേങ്ങ കൊത്തുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മല്ലിയില, കറിവേപ്പില, പിന്നെ ഉള്ളി അരിഞ്ഞത്, തക്കാളി കേട്ടോ. ഇനി ഞാനൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി അതിന് തന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കണേ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കട്ടെ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് ഉള്ളി വഴറ്റിയെടുക്കണം. ഇനി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടെ. നമ്മൾ കൂടുതൽ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ, കാരണം അപ്പോൾ എരുന്തിൽ മൊത്തത്തിൽ ഉള്ളിയോ ആവേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനി ഒരു ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്തെടുക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കൂടാതെ തന്നെ ഒരു പിടിയോളം തേങ്ങാക്കൊത്തും കൂടിയും ചേർത്തെടുക്കുകയാണ്. എരുന്തിൻ്റെ കൂടെ ഒന്ന് കടിക്കാനായിട്ട് നല്ല കിഡിലൻ ടേസ്റ്റ് ആട്ടോ നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്താൽ. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടോ. ഞാൻ അടുപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത്. ഞാൻ ആദ്യം എരുന്ത് വെച്ചിരുന്ന സമയത്ത് മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തിരുന്നു കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ്, പക്ഷേ എരുന്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ എരുന്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ റെസിപ്പി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ എരുന്ത് ചേർത്തെടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്തെടുത്ത നല്ല കിഡിലൻ ടേസ്റ്റാട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് എരുന്തൊന്ന് വെന്ത് വരട്ടെ.
എല്ലാം ഒന്ന് തട്ടിക്കൂട്ടി നമ്മളൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. ഇനി അടുപ്പ് തുറന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നമ്മളെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്, ഏകദേശം ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ. നമ്മൾ കൂട്ടത്തിൽ പ്രത്യേകിച്ച് കറിയൊന്നും കൂട്ടുന്നില്ല, ഈ എരുന്ത് റോസ്റ്റ് മാത്രം കൂട്ടി കഴിക്കാനാണെങ്കിൽ ഈ പരുവത്തിലെടുക്കാം. പക്ഷെ നമുക്ക് കറി സാമ്പാറുണ്ടായതുകൊണ്ടാട്ടോ ഞാൻ നന്നായിട്ട് ഇത് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണേ. എനിക്ക് ഇങ്ങനെ കഴിക്കാനാട്ടോ കൂടുതൽ ഇഷ്ടം, ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ, ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണേ. അപ്പോൾ ഇതാ നമ്മളെ എരുന്ത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.